കായംകുളം കീരിക്കാട് തെക്ക് ചിറക്കുളങ്ങര റഹ്മാനിയ ജുമാ മസ്ജിദിൽ സ്ഥാപിച്ചിരുന്ന സ്വലാത്ത് ഹൽക്ക നേർച്ചവഞ്ചി കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷ്ടാക്കൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തി. ജാതിമത ഭേദമന്യേ ജനങ്ങൾ നൽകുന്ന വലിയൊരു തുക വഞ്ചിയിലുണ്ടാകുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കായംകുളം കീരിക്കാട് തെക്ക് ചിറക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പണാപകടം നടന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കഴിഞ്ഞ 14/6/2026 മുതൽ 19/6/2025 വരെയുള്ള പീരീഡിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ 19-ാം തീയതി രാത്രി 9 മണിക്ക് ഇവിടുത്തെ ജീവനക്കാർ, അതായത് ഹത്തീബ് മോദിയിൽ രണ്ടുപേരും ആദ്യം മോദി സാഹിബ് ജനൽ അടയ്ക്കുന്ന അവസരത്തിലാണ് താഴ്, അതായത് ഇവിടുത്തെ നേർച്ച വഞ്ചിയുടെ താഴെ കിടക്കുന്നതായിട്ട് കണ്ടത്. ഇതെങ്ങനെ ഇവിടെ സംഭവിച്ചു എന്ന് അദ്ദേഹം സംശയിക്കുകയും പിന്നീട് ഹത്തീബിനെ വിളിച്ച് വരുത്തി ബോധ്യപ്പെടുത്തുകയും അവർക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാനൊക്കാത്തതുകൊണ്ട് ഭാരവാഹികളായ പരിപാലനക്കാരായ ഞങ്ങളെ വിളിച്ചു വരുത്തി 1-2 ഭാരവാഹികൾ അപ്പോൾ തന്നെ വന്നു. ഏതായാലും നമുക്ക് രാവിലെ ഇതിനെക്കുറിച്ച് തീരുമാനമെടുക്കാം. എല്ലാ പരിപാലന സമിതിയിലെ അംഗങ്ങളെയും വിളിച്ച് എല്ലാവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്തതിന് ശേഷം അനന്തര നടപടിയെക്കുറിച്ച് തീരുമാനമെടുക്കാമെന്ന് ഞങ്ങൾ പിരിഞ്ഞു. ഇന്ന് രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ എല്ലാവരും ഹാജരാകുകയും ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും നമുക്ക് പോലീസ് മേലധികാരികളെ വിവരം ധരിപ്പിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകാവുന്നതിന് ആണ്ടുതോറും നടത്താറുള്ള സ്വലാത്ത് വാർഷികത്തിൽ ഇതിൻ്റെ ഒരു ഫണ്ടായിട്ടാണ് ആഴ്ചതോറും നടത്തുന്നുണ്ട്. ആ ആഴ്ച, അതായത് എല്ലാ ഞായറാഴ്ച വൈകിട്ടും ആണ് ഈ നേർച്ച ഇവിടെ നടത്തുന്നത്. അപ്പോൾ അവിടെ സംബന്ധിക്കുന്നവർ കയ്യിലുള്ള നേർച്ച ദ്രവ്യങ്ങൾ അതിൽ നിക്ഷേപിക്കും. ഈ തുക ഒരു കഴിഞ്ഞ ജനുവരി 19 മുതലുള്ള തുക ഈ വഞ്ചിയിൽ മാന്യ സ്നേഹനിധികൾ ഇതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നല്ല ഭാരമായിരുന്നു. ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് മേൽ അതിലുണ്ടായിരുന്നതായിട്ടാണ് അനുഭവസ്ഥരായ ഇവിടുത്തെ ഇമാം, എപ്പോഴും കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഇമാം ഞങ്ങളോട് പറഞ്ഞത്. നാട്ടിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ ആരാധനാലയത്തിനു നേരെ സാമൂഹിക വിരുദ്ധർ നടത്തിയ ഈ കടന്നാക്രമണത്തിൽ പ്രദേശവാസികളും ശക്തമായ പ്രതിഷേധത്തിലാണ്. റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി കായംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികളായ ജബ്ബാർ മാസ്റ്റർ കൊപ്പാറയിൽ, ഷംസുദ്ദീൻ കൊപ്പാറക്കടവ്, ഷുക്കൂർ സെൻട്രൽ, സമീർ മൂൺലൈറ്റ്, സലാം മണ്ണാമുറി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കായംകുളം.